ഹലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ ദിവസം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി വന്നതാണേ. അപ്പം ഞാൻ ലഞ്ച് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഞാൻ ചോറ് ഇച്ചിരി എടുത്തു. ചോറിനകത്തോട്ട് ശകലം കടലക്കറി, ചാറില്ല, കഷ്ണം മാത്രം കടലക്കട. അത് കഴിഞ്ഞിട്ട് ഞാൻ സാൽമൺ ഫിഷ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ഡിഷിലേക്ക് ഫിഷ് കറി എടുത്തു. ഫിഷ് കറിയും എനിക്ക് ചാറ് ഇഷ്ടമല്ല ഒന്നിൻ്റെയും. ഓക്കെ, അപ്പം കഷ്ണങ്ങളെടുത്തു, ഫിഷ് കറിയും എടുത്തു. അത് ഞാൻ വേറൊരു പാത്രത്തിലാണ് ആക്കിയത്. ഓക്കെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഞാനാണെങ്കിൽ ഈ പിക്കിൾ പരിചയപ്പെടുത്താൻ വന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഈ പിക്കിൾ വാങ്ങിച്ചു. ഇത് മുളകിൻ്റെ പിക്കിളാണ്. ഞാൻ നേരത്തെ മാങ്കോ പിക്കിളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടാർ സാധനം എന്ന് പറഞ്ഞ സത്യം ഞാൻ ഉള്ള കാര്യം പറയുകയാണ്. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടിട്ട് കഴിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളിത് ഒന്ന് മേടിച്ച് കഴിക്കണം. സത്യം പറഞ്ഞാൽ മുളക് ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. മാങ്ങ പല പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സൂപ്പർ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സാധനമാണേ. ഇത് മാത്രം മതി കഴിക്കാൻ. ഇതിൻ്റെ കൂടെ ഇച്ചിരി തൈരും ഉണ്ടെങ്കിൽ സൂപ്പർ. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇത് സെല്ലിയെന്നും പറഞ്ഞൊരു സാധനമാണ്. ഇതിനകത്ത് കുറേ ഓട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാവിധ ഡ്രൈ ഫ്രൂട്ട്സും അടങ്ങിയൊരു സാധനമാണ്. അത് ഞാൻ വെള്ളത്തിലേക്ക് ഒരു ബോളെടുത്തു, ബോളിനകത്ത് ഇട്ടു. എന്നിട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് എൻ്റെ ലഞ്ച് ബോക്സ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. എന്നിട്ട് ലഞ്ച് ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അച്ചാറിട്ടു. പിന്നെ നമ്മുടെ കടലക്കറി വെച്ചു, ചോറും അതിനകത്ത് വെച്ചു, മീൻകറി വേറൊരു ബോക്സിലും അടച്ചു. എന്നിട്ട് ഫുള്ള് ഞാൻ പിന്നെ വേറൊരു ബാഗിലേക്കാണ് ഇതെല്ലാം മാറ്റുന്നത്. ആ ബാഗാണ് ഈ ബാഗിനകത്ത് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. എൻ്റെ ചോറും കറിയും എല്ലാം എടുത്തു വെച്ചു. എൻ്റെ അത് കപ്പാണ് ഞാൻ ഡ്യൂട്ടിക്ക് യൂസ് ചെയ്യുന്നത്. അതെൻ്റെ ഒരു വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റാണ് ഇത്. അത് ഞാൻ വല്ലപ്പോഴും വെള്ളത്തിലിട്ട് കുടിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. ഞാനത് റെഡിയായി കഴിക്കാൻ ഇച്ചിരി പാലും കൂടെ ഒഴിച്ചു. അതിന് ശേഷം ഞാൻ ഇടുന്നത് പിന്നെ നമ്മുടെ ചിയ സീഡ്സാണ്. അത് സോക്ക് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്പൂണാണെങ്കിൽ ഒരു 2 സ്പൂൺ മതി. ഇത് ഞാൻ ചെറിയ സ്പൂണായതുകൊണ്ട് ഒരു 3 സ്പൂണ് ചിയ സീഡ്സും കൂടെ ഇട്ടു, ഇളക്കി റെഡിയാക്കി. പിന്നെ ഇനിയും അത് നമുക്ക് റെഡി ടു ഈറ്റ്. അങ്ങനെ നമ്മുടെ വയറ് ഫില്ലായിട്ടിരിക്കും, വിശക്കത്തേ ഇല്ല. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഹെൽപ്പ്. പിന്നെ അതിനകത്ത് ഫൈബർ, പ്രോട്ടീന്, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിയ സീഡ്സ് ഒമേഗയാണ്. പിന്നെ അതിനകത്തിലും എല്ലാ വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ബദാം, പിന്നെ നമ്മുടെ കറുത്ത മുന്തിരിങ്ങ, ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നല്ലതാണ്. പിന്നെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ വേണമെങ്കിൽ ഹണി ഒഴിക്കാം. അതല്ല എങ്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബനാന അരിഞ്ഞിടണമെങ്കിൽ അതും ചേർക്കാം. ഇതൊന്നും എനിക്ക് ഇത്ര താല്പര്യം ഇപ്പം ഈ രാവിലെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ചേർത്തില്ല. പിന്നെ എൻ്റെ ലഞ്ച് ബാഗിനകത്ത് എല്ലാം ഫുള്ളായി. ഞാനതൊന്ന് ഇടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് ഒരു ഡ്രിങ്ക്സ് എടുത്ത് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട പുഴുങ്ങി വെച്ചു. മുട്ട പുഴുങ്ങിയത് ഇത് 10 മണിക്ക് അവിടെ ബ്രേക്കിന് കഴിക്കുമ്പോൾ ബ്രെഡിൻ്റെ കൂടെ ബ്രേക്കിന് ഇരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി 10-11 മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക് വരും. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്കായി. ആ മുട്ട കണ്ടോ, ഞാൻ മുട്ടേനെ ഇങ്ങനെ ആക്കി ബ്രെഡിനകത്ത് ബട്ടർ തൂത്തു. അതിനകത്തിലേക്ക് പിന്നെ അടുത്ത ഒരു ബ്രെഡും കൂടെ അതും ബട്ടർ തൂത്തു. എന്നിട്ട് ഇതായി, ബ്രേക്ക് ടൈമായി. ഞാൻ പോയി ബ്രേക്കിന് പോയിട്ട് വരാമേ. ബൈ, സീ യു.